ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യവും എൻഡിഎയും തമ്മിൽ ഇഞ്ചോടിഞ്ച് മത്സരമെന്ന സർവേ എൻഡിഎക്ക് നേരിയ മുൻതൂക്കത്തിന് സാധ്യതയുണ്ട്. എൻഡിഎയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഏറ്റവും ജനപിന്തുണ ചിരാഗ് പാസ്വാൻ എന്നും സർവേ പറയുന്നു. പീപ്പിൾസ് പൾസ് ബീഹാർ മൂഡ് റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, ബീഹാറിൽ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്കൊക്കെ കടക്കുകയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ. അതിന്റെ ഭാഗമായുള്ള വോട്ടർ അധികാർ യാത്രയും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇതിലിപ്പോൾ ആദ്യമായി വരുന്നൊരു സർവേ ആണ് എന്നെനിക്ക് തോന്നുന്നു. എന്താണ് സർവേയുടെ ആകെ തുക? അനുജ, ബീഹാർ 2 മാസങ്ങൾക്കപ്പുറം ഏതാണ്ട് നവംബറിലോടെ ബീഹാറിൽ 3 ഘട്ടമായി തിരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന സൂചന. ഈ ഒരു ഘട്ടത്തിൽ പ്രചരണത്തിലേക്ക് കടക്കുകയാണ് എൻഡിഎയും ഒപ്പം തന്നെ മഹാസഖ്യവും. തേജസ് യാദവിന്റെ യാത്ര ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ബീഹാറിൽ. ഒപ്പം തന്നെ ദേശീയ നേതാക്കൾ, ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള ദേശീയ നേതാക്കൾ എൻഡിഎയുടെ ഭാഗത്തു നിന്നും ബീഹാറിൽ എത്തുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെയുള്ള ജനാഭിപ്രായങ്ങൾ തേടിക്കൊണ്ടുള്ള ഒരു സർവേ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. പീപ്പിൾസ് പൾസിന്റെ ഈ സർവേ റിപ്പോർട്ട് അനുസരിച്ച് നിലവിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഈ സർവേ നടക്കുന്ന സാഹചര്യത്തിൽ ഇഞ്ചോടിഞ്ച് മത്സരമാണ് ഇത്തവണ ബീഹാറിൽ എൻഡിഎയും ഒപ്പം തന്നെ മഹാസഖ്യവും തമ്മിൽ എന്നുള്ളതാണ്. അതിൽ നേരിയൊരു മുൻതൂക്കം, 1% മുൻതൂക്കം എന്നാൽ എൻഡിഎ സഖ്യത്തിന് ലഭിക്കുന്നു ഭരണത്തിലിരിക്കെ തന്നെ എന്നുള്ളതും ശ്രദ്ധേയമാണ്. നിലവിൽ ഈ സർവേയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നത് എൻഡിഎക്ക് 41% മുതൽ 44% വരെ വോട്ടുകളും മഹാസഖ്യത്തിന് 40 മുതൽ 42.5% വരെ വോട്ടുകളും ഒപ്പം തന്നെ പ്രശാന്ത് കിഷോറിന്റെ ജൻ സുരാജ് പാർട്ടിക്ക് 6 മുതൽ 8% വരെ വോട്ടുകളും മറ്റ് പാർട്ടികൾക്ക് 7.5 മുതൽ 9% വരെ വോട്ടുകൾ നേടും എന്നുള്ളതാണ്. ഒപ്പം തന്നെ പ്രധാന വിഷയമായി ഈ തിരഞ്ഞെടുപ്പിൽ മാറുക തൊഴിലില്ലായ്മ, വിലക്കയറ്റം, ഒപ്പം തന്നെ കുടിയേറ്റം എന്നീ വിഷയങ്ങളാകും എന്നും പ്രാദേശിക വിഷയങ്ങളായിരിക്കും മറ്റ് ദേശീയ വിഷയങ്ങളെക്കാൾ ഉപരിയായി സംസ്ഥാനത്ത് പ്രചരണത്തിൽ സ്വാധീനിക്കുക എന്നുമാണ്. ഒപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയം ഏറ്റവും നിർണായകമാകും തിരഞ്ഞെടുപ്പിൽ എന്നും ഈ സർവേ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സർവേ ഫലം പുറത്തു വന്നു. അതിന്റെ വിവരങ്ങളാണ് ബൽറാം നെടുങ്ങാടി നൽകിയത്. മഹാസഖ്യവും എൻഡിഎയും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാകും നടക്കാൻ പോകുന്നത് എന്നതാണ് ഈ സർവേ ഫലം വ്യക്തമാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.